അസ്സലാമു അലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോക്കൂ, നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നോക്കൂ എന്താണെന്നുള്ളത്. ഇന്ന് നമുക്കൊരു ഫിഷ് ഗ്രില്ലായാലോ? നമുക്കിന്നൊരു ഫിഷ് ഗ്രില്ല് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യണേന്നൊന്ന് നോക്കിയാലോ? യല്ല ബാ. ഞാനിവിടെ 4 മീൻ എടുത്തിട്ടുണ്ട്, 2 സിബിരീനും എടുത്തിട്ടുണ്ട്. നോക്കൂ സിബിരി. ഇതിൻ്റെ ചെതുമ്പൽ ഒന്നും കളയണ്ട, മീനിൻ്റെ സൈഡ് മാത്രം വെട്ടിക്കളഞ്ഞിട്ട് വാലോട് കൂടി ഇതേമാതിരി വെച്ചിട്ടുണ്ട്. പിന്നെ 2 സീബാസ് ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കൂ, പാലം പോലെ 2 സീബാസാണ്. അതങ്ങൾക്ക് കാണാലോ കിടക്കുന്നത്. നോക്കിക്കാണി കിടന്ന് ഉറങ്ങുന്നത് എങ്ങനെയാണ് നോക്കിക്കാണി. മീൻ എന്ത് സൂപ്പറായിട്ട് മീൻ സുഖനിദ്രയിൽ ഉറങ്ങുകയാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് ചുട്ടെടുക്കണേന്നൊന്ന് നോക്കാം. മീൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, പ്രശ്നമില്ല. ഇതിനാവശ്യമായ സാധനമാണ് നിങ്ങളടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. നാരങ്ങ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ഉപ്പെടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഈ മീൻ ചുടാൻ വേണ്ടി. കുറച്ച് നാരങ്ങ ജ്യൂസ് നല്ല പുളിപ്പ് കിട്ടാൻ വേണ്ടി മീനിന് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. നോക്കൂ, നാരങ്ങ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുത്തു. നാരങ്ങ ജ്യൂസ് നിങ്ങൾക്ക് എത്ര വേണ്ടിയുള്ളതെന്ന് വെച്ചാൽ അത്ര എടുത്തു, ഒരുപാട് ആവശ്യമില്ല. കുറച്ച് നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് ഉപ്പ് നോക്കൂ, കമത്തിയും മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം മീനിൻ്റെ മുകളിലോട്ട്. നോക്കിക്കണി, ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് വെച്ച് കൊടുത്തിട്ട് 1-2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കണം ആ സമയത്ത് അതിൻ്റെ ഒരു അരമണിക്കൂറിന് മുമ്പ് എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കാച്ചിയെടുക്കാം. ഈ കരി സാധാരണ നമുക്ക് ചിക്കൻ നമ്മൾ എങ്ങനെയാണ് കരി ഇടുന്ന സ്റ്റാൻഡിൽ, അതേമാതിരി തന്നെ ചിക്കനിലും കരി ഇട്ടിട്ട് നല്ല കണലാക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ചുട്ടെടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്കിപ്പോൾ കണ്ടല്ലോ. ഇങ്ങനെയാണ് ഞാൻ മീൻ ചുട്ടെടുക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളി. ഞാനിത് ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്ര ടൈമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മീൻ. ഓക്കെ, നമുക്ക് മീനൊന്ന് വെളിയിലോട്ടൊന്ന് ഗ്രിൽ ചെയ്യാൻ നോക്കൂ. ഗ്രിൽ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് മീനിവിടെ. നമുക്കിനിയിപ്പോൾ ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാൻ പോവാം. ഇതേമാതിരി നെറ്റ് എടുത്തിട്ടുണ്ട്, ഇതേമാതിരിയുള്ള നെറ്റ് എടുത്തിട്ടുണ്ട്. ആ നെറ്റിലോട്ട് നമുക്ക് ഈ മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നോക്കൂ, ഈ മീൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. 2 നെറ്റ് എടുത്തിട്ടുണ്ട്. ഒരു നെറ്റിനകത്തോട്ട് ഈ മീൻ നമുക്ക് നല്ലതായിട്ട് ഇതേമാതിരി വെച്ച് കൊടുത്തിട്ട് നോക്കൂ, ഇതേമാതിരി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ നെറ്റൊന്ന് ക്ലോസ് ആക്കി കൊടുക്കാം. ഇത് ക്ലോസ് ആക്കി അടുത്തത് സീബാസ് സിബിരീനാണ് വെച്ചത്. ഇനി അടുത്ത സീബാസ് അത് ഇതിനകത്തോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. നോക്കൂ, ഇതിനകത്തോട്ട് നെറ്റിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നെറ്റ് ക്ലോസ് ആക്കി നമുക്കിത് പുറത്ത് ചുടാൻ പോകാം. ഞാൻ കരിയിട്ട് തയ്യാറായിട്ടുണ്ട് കരി. ഇനി നമുക്ക് കരി ഒന്ന് സ്റ്റാൻഡൊന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, ഞാൻ ഇതേമാതിരി കരിയിട്ട് നല്ല റെഡിയായിട്ട് കിടക്കുകയാണ്. ഇതിനകത്തോട്ട് നമുക്ക് മീനെടുത്ത് വെച്ച് കൊടുക്കാം. നോക്കിക്കേ, ഇതേമാതിരി കരിയിട്ടിട്ട് മീൻ നമുക്ക് ഈ സ്റ്റാൻഡിലോട്ട് വെച്ച് കൊടുക്കാം. നോക്കിക്കേ, ഇതേമാതിരി സ്റ്റാൻഡിൽ നമുക്ക് മീൻ വെച്ച് കൊടുത്ത് ഒരുപാട് കരിഞ്ഞെന്ന് പോലെ തിരിച്ചും മറിച്ചും നമ്മൾ എപ്പോഴും മീൻ നല്ലതായിട്ട് ശ്രദ്ധ നോക്കിക്കൊള്ളണം. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ട് എപ്പോഴും തിരിച്ചും മറിച്ചും ഇതേമാതിരി തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. മക്കളെ, ഫിഷ് ഗ്രിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫിഷ് ഗ്രിൽ നിങ്ങൾ കണ്ടോക്കി. വാവ്, ആവി പറക്കണം, ചൂട് പറക്കണം, ഇതൊക്കെ ചെയ്യുന്നതാണ്. നോക്കൂ, ഫിഷ് ഗ്രിൽ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കണി. ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഒന്ന് സർവ് ചെയ്താലോ? ഇതിലോട്ട് ഇതേമാതിരി ഞാനൊരു കാസറോളെടുത്ത് അതിനകത്ത് കുറേ പാർസലി ലീഫ് വെച്ചിട്ടുണ്ട്. ഏത് ലീഫ്സ് ആയാലും പ്രശ്നമില്ല, കുബൂസ് വെച്ചാലും പ്രശ്നമില്ല. ഇത് ഞാനൊരു ഡിസൈനായിട്ട് പാർസലി ലീഫ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനെടുത്ത് അതിലോട്ടൊന്ന് സർവ് ചെയ്ത് വെച്ചിട്ട് നോക്കിക്കാണി. നിങ്ങളൊന്നത് കണ്ടോക്കെ ഇതെങ്ങനെ ഉണ്ടെന്ന്. ഈ മീൻ
മാഷാ അല്ലാ തബാറകത്ത റഹ്മാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു പീസ് നാരങ്ങ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിൽ ഫുള്ള് എണ്ണയാണ് മീൻ. അത്രയും ഓയിലി ആയിട്ടുള്ള ഫിഷാണ്, അത്രയും നല്ല സൂപ്പറാണ് ഈ മീനെന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാരങ്ങയും കട്ട് ചെയ്ത് വെച്ച് 2-3 പച്ചമുളക് ഞാൻ അതിലോട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളിത് നോക്കിക്കാണി സഹോദരങ്ങളെ. ഈ മീൻ, ഈ ഗ്രിൽ ചെയ്ത മീൻ, ഈ മീൻ ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.